ശരി, സജു തുടരാമോ? ഡി ധനസുബോധം ചേരുന്നുണ്ട്. ധനസുബോധ വലിയ കടുത്ത അതൃപ്തിയുണ്ട്, നമുക്കറിയാം. പ്രതികരണങ്ങൾ പോലും മാറ്റിവെക്കുന്നു. നേരത്തെയൊക്കെ എന്തെങ്കിലും ഒരു വിഷയമുണ്ടപ്പോൾ എപ്പോഴും നമുക്ക് പ്രതികരണം ലഭിച്ചിരുന്ന ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള VT ബൽറാം ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ നിന്ന് മാറുന്നു. VD സതീശന്റെ അതൃപ്തി വ്യക്തമാവുന്നത് പോലെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം മാറ്റിവെക്കുന്നു. ഒരു രാജി അത് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. പക്ഷേ ഈ കാരണം കൊണ്ട് ഈ രാജി സംഭവിച്ചിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് എത്രത്തോളം നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതുവരെ പിന്തുണച്ചിരിക്കുന്ന VD സതീശൻ ഉൾപ്പെടെയുള്ളവർ കൈവിട്ടു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ രാജിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നയിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷ്, രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയ നേതാക്കന്മാർ കടുത്ത എതിർപ്പാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കാര്യം ഒരു ആരോപണം ഉന്നയിച്ച് ആ സമയത്ത് പരാതിക്കാരി ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പരാതിക്കാരി ഉണ്ട്. ഇനി ഒരു പൊതുജന മധ്യത്തിലേക്ക് നീങ്ങുമ്പോൾ, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിനുശേഷം തെരഞ്ഞെടുപ്പ് വർഷമാണ്, അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു MLA, അതും ഒരു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്കെതിരെ ഇത്തരത്തിലുള്ള കടുത്ത ആരോപണം വരുമ്പോൾ ഒരു കാരണവശാലും ഇനി അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട എന്നൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജിവെക്കാൻ ആവശ്യപ്പെടുന്നത് യൂത്ത് കോൺഗ്രസ് ആണ്. യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ തന്നെയായിരിക്കും. കാരണം ഇപ്പോൾ തത്വത്തിൽ അദ്ദേഹത്തെ നീക്കാൻ തീരുമാനമായിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രതിബന്ധമുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ പല പ്രസിഡന്റുമാരെയും പോലെ അല്ല. അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ്. മാത്രമല്ല, തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ കാലാവധി ഇതുവരെ പൂർത്തിയായിട്ടില്ല. തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് കാലാവധി പൂർത്തിയാകാത്ത പക്ഷം അദ്ദേഹത്തിന് കൃത്യമായ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കാതെ കൃത്യമായ കാരണത്തിന്റെ അടിസ്ഥാനത്തിലല്ല നീക്കം ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് കോടതിയിൽ പോയി ഇതിന് സ്റ്റേ വാങ്ങാനുള്ള ഒരു അധികാരമുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് ഇതിനകം തന്നെ പലപ്പോഴും ആലുവ മജിസ്ട്രേറ്റ് കോടതിയിൽ ഉൾപ്പെടെ ഇതിനകം കേസ് ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഉണ്ടാകുന്ന ഒരു സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ നീക്കം ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് രാജിവെച്ചൊഴിയാനുള്ള ഒരു അവസരം നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇതുവരെ നേരത്തെ ഉണ്ടായിരുന്ന ആരോപണങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഒപ്പം നിന്ന ഒരാൾ തന്നെയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ കടുത്ത അതൃപ്തിയിലാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇപ്പോൾ ദേശീയ നേതൃത്വം ഒരാൾ പോലും ഇതിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരൊറ്റ മനുഷ്യൻ മുന്നോട്ട് വന്നിട്ടില്ല അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇനി ഒരു പക്ഷേ ഒരാളെങ്കിലും സംസാരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ, രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് വീണ്ടും ആ പെൺകുട്ടിയെ, പരാതിക്കാരായിട്ടുള്ള ആ മുഴുവൻ ആളുകളെ അപമാനിക്കുന്ന രീതിയിലാണ് എന്നതുകൂടി പാർട്ടി തിരിച്ചറിഞ്ഞതുകൊണ്ടാകാം ഒരു പക്ഷേ ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇല്ലാത്തത്. ഇനി അതിനൊരു സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. ആരെങ്കിലും ഈ വിഷയത്തിൽ പ്രതികരിക്കുമോ കോൺഗ്രസിനകത്ത് എന്നുള്ളത് കൂടിയാണ്. ഈ കോൺഗ്രസിനകത്തെ മൗനം രണ്ട് തരത്തിലാണ് ധന്യ. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോഴും പിന്തുണച്ചിരിക്കുന്ന ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുണ്ട്. അവർ ഈ പ്രശ്നം എങ്ങനെയും പെയ്തൊഴിഞ്ഞു പോട്ടെ എന്ന തരത്തിലാണ് അവർ മൗനം പാലിക്കുന്നത്. പക്ഷേ പുറമേ പറഞ്ഞില്ലെങ്കിൽ പോലും ദേശീയ നേതൃത്വത്തോടും ഇതിനകം തന്നെ ദീപാദാസോടും അടക്കം കേരളത്തിലെ നേതാക്കന്മാരും MPമാരും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇങ്ങനെ ഒരു പ്രസിഡന്റിനുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇപ്പോൾ നീക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള ഒരു വാർത്ത വരുന്നതും നാണക്കേടും മാത്രമായിരിക്കും കോൺഗ്രസിനുണ്ടാവുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ നിലനിർത്തിക്കൊണ്ടു പോയാൽ ദീർഘനാളത്തേക്ക് വലിയ തരത്തിലുള്ള ആരോപണം നേരിടേണ്ടി വരികയും അത് മുന്നിൽ കാണുന്നുണ്ട് കോൺഗ്രസ് എന്നുള്ളതാണ്. സുമോദ് ഒന്ന് തുടരാമോ? മാത്രമല്ല, ഹണി ഭാസ്കർ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റ് അനുസരിച്ചാണെങ്കിൽ ഇതിൽ യൂത്ത് കോൺഗ്രസിന്റെ ഉള്ളിലുള്ള ചെറിയ പിണക്കങ്ങൾ, പല പിണക്കങ്ങൾ കൂടിയുണ്ട്, അവിടെയുള്ള ഗ്രൂപ്പ് കളികൾ കൂടിയുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ്. കാരണം അവരെ ഏറ്റവും കൂടുതൽ അവർക്കുണ്ടായിരിക്കുന്ന ദുരനുഭവങ്ങൾ അറിയിച്ചത് യൂത്ത് കോൺഗ്രസിനകത്ത് നിന്നുള്ള ആളുകളാണ്, ഇല്ലെങ്കിൽ ആ പാർട്ടിയിൽ നിന്നുള്ള ആളുകളാണ് എന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ കൂടി അതിനെ ആ രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുമുണ്ട്. ഗ്രൂപ്പ് പിണക്കം ഇല്ലെങ്കിൽ ആ പടല പിണക്കത്തിൽ നിന്നാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്ന രീതിയിൽ അത് വരുത്തി തീർക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതൊരു ഗുരുതരമായ ആരോപണമായി അപ്പോഴും നിലനിൽക്കും.